എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലത്തെ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉലുവ വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മളതൊരു 4 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. നല്ലപോലെ കുതിർന്നതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് പകുതി അരിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയിരിക്കുന്ന അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം ചേർക്കുന്നത് ചെറിയ തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് പച്ചരിയല്ലേ എടുത്തത്, അപ്പോൾ അതിന് 1 കപ്പ് തേങ്ങ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് അവിലെടുത്തിട്ട് ഒരു 10-15 മിനിറ്റോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ്. അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിലിന് പകരം ചോറെടുത്താലും മതി കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ആ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം. നമ്മൾ ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്ന് ചേർത്ത് അരയ്ക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ മാവ് പൊങ്ങി വരില്ല. അത്രയ്ക്കും ഇത് പൊങ്ങി വരില്ല കേട്ടോ. പക്ഷെ നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് പരത്തേണ്ട ആവശ്യമില്ല. അതിനുശേഷം ചെറിയ ചെറിയ ഹോൾസൊക്കെ ഇതുപോലെ വരുന്ന സമയത്ത് നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇത് തിരിച്ചൊന്നും ഇടുന്നില്ല, പകരം നമ്മൾ ഇതുപോലെ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴേക്കാണ് നമ്മുടെ ദോശ നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടും. അതിനുശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതെല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഉഴുന്നൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കോക്കനട്ട് ദോശയ്ക്ക്. അപ്പോൾ നമ്മൾ അരി കപ്പിലാണെങ്കിലും ഗ്ലാസ്സിലാണെങ്കിലും ആ എടുക്കുന്ന ആ ഒരു ഗ്ലാസിൻ്റെ മെഷർമെൻറ്റിന് വേണം നമ്മൾ തേങ്ങ എടുക്കാനായിട്ട്. അപ്പോൾ 2 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ദോശ. തേങ്ങ കുറച്ച് കൂടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു അളവിലുള്ളതാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അരി കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ കൂടി ചേർക്കണം. അപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള കോക്കനട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു ദോശയുടെ കൂടെ നമുക്ക് ചട്നിയോ ചമ്മന്തിയോ കുറുമക്കറിയോ ചിക്കൻ കറിയോ ഏതാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഉഴുന്നൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പഞ്ഞി പോലത്തെ ദോശയുടെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്